പ്രൈസ് ദി ലോർഡ്. ഈ മനോഹരമായ ഒരു നല്ല പകൽവേള ദൈവം നമുക്ക് ദാനമായി നൽകി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനം അറിയിക്കുന്നു. നിങ്ങളെയൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ തുടർച്ചയായി ഈ ചാനലിൽ കൂടെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ കൂടെ ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അതെന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനമായിട്ട് കടന്നു വരുവാനായി എന്നെ പ്രേരിപ്പിക്കുന്നത്. ദൈവം എന്നിൽ കൂടെ നിങ്ങളോട് അറിയിക്കുന്ന വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായി നിങ്ങൾ ദൈവവചനത്തിൽ വേരൂന്നി ദൈവമുള്ള ഒരു പൈതലായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. ഈ വായിച്ച വേദഭാഗത്ത് നിന്ന് ഞാൻ ഒരു ഭാഗം ഇങ്ങനെ അടർത്തിയെടുത്ത് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുക. അവൻ്റെ വാക്ക് കേട്ടവർ, ദൈവത്തിന് സ്തോത്രം, വാക്ക് കൈക്കൊണ്ടവർ എന്ന പദമാണ് പറയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച വാക്കെന്ന് പറയുന്നത്, നിങ്ങൾ യേശു കർത്താവിനെ കൈക്കൊള്ളണം. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ന് പറയുന്നു. നമ്മൾ യേശു കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യണം. രക്ഷദാനമാണ്, രക്ഷ സൗജന്യമാണ്. എന്നാൽ ഈ രക്ഷയെ നമ്മൾ കൈക്കൊള്ളണം, നമ്മൾ സ്വീകരിക്കണം. എനിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ 2 കൈയും നീട്ടി നമ്മൾ അതിനെ സ്വീകരിപ്പാനായിട്ട് നമുക്ക് മനസ്സുണ്ടാകണം. ഇവിടെ ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത്, പ്രസംഗം കേട്ട് യേശു കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുകയും അതനുസരിച്ച് അവർ സ്നാനപ്പെടുന്നതുമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച വാക്ക്, യേശു കർത്താവിനെ കൈക്കൊണ്ടവർക്ക് യേശുവിനെ അനുസരിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് പാപമോചനം വേണോ, നിങ്ങൾ യേശു കർത്താവിനെ അംഗീകരിക്കണം. നിങ്ങൾക്ക് രോഗസൗഖ്യം വേണോ, നിങ്ങൾ യേശു കർത്താവിനെ അംഗീകരിക്കണമെന്ന്. നിങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങൾ മാറണോ, നിങ്ങൾ യേശു കർത്താവിനെ അംഗീകരിക്കണം. അവങ്കിലേക്ക് നോക്കിയവരാ പ്രകാശിതരായി തീർന്നത്. ദൈവത്തിൽ നോക്കാത്തവർക്ക് എങ്ങനെ പ്രകാശം വരുന്നത്? യേശു കർത്താവിലേക്ക് നമ്മളെ നോക്കുവാൻ, നമ്മളെ ഒന്ന് നോക്കാനാണ് പരിശുദ്ധാത്മാവെന്ന് പകർക്കാൻ നമ്മൾ അവനെ കൈക്കൊള്ളുക. യേശുവിനെ കൈക്കൊണ്ടവർ അവർ ഉടനെ സ്നാനമേൽക്കുക. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പോൾ ആ കൽപ്പന അനുസരിക്കാനായി അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അവർ കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ചത് കൊണ്ടാണ്. കാരണം ദൈവത്തെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാനും അതനുസരിച്ച് ഇതിനെ അനുസരിപ്പാനും സാധിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക്, അതെ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും, അതെ അതെ നശിച്ചു പോകുന്നവർക്ക് ഇതൊരു മോക്ഷത്വമാണ്. എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ ഇത് നിത്യരക്ഷയാണ്. യേശു കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുന്ന കൈക്കൊള്ളുന്നവർക്ക് യേശുവിനോട് കൂടെ നടക്കുവാൻ, യേശുവിന്റെ ചൂടറിയുവാൻ, യേശുവിനുള്ള അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ സാധിക്കും. ഇന്ന് പകൽവേളയിൽ യേശുവിനെ നിങ്ങളൊന്ന് കൈക്കൊള്ള്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളോടുള്ള ദൂരം എന്താണെന്നറിയാമോ? നിങ്ങൾ യേശു കർത്താവിനെ കൈക്കൊണ്ടൊരു സമയം ഉണ്ടായിരുന്നു. അന്നൊക്കെ നിങ്ങൾ യേശു കർത്താവ് പറയുന്നതേ നിങ്ങൾ കേൾക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ വിശ്വാസ കോളത്തിൽ സംഭവിച്ചു പോയത്, യേശു കർത്താവിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയവരൊക്കെ ഇന്ന് മറ്റു പലതിൻ്റെ വാക്കുകളാണ് കേൾക്കുന്നത്. ലക്ഷ്യം തെറ്റിപ്പോയി, നമ്മുടെ ചിന്തകൾ മാറിപ്പോയി. എന്നാൽ യേശു കർത്താവിൽ നിങ്ങൾ തിരിച്ചു വാ. യേശു കർത്താവിലേക്ക് നിങ്ങൾ മടങ്ങുക അനുദപിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ആരാധിക്കുന്നവരാകാം. ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചവരായിരുന്നു. പ്രതികൂലങ്ങളെ കണ്ട് മാറിപ്പോകുന്നവനല്ല യഥാർത്ഥമായ ദൈവത്തെ കൈക്കൊണ്ടവർ. പ്രതികൂലങ്ങളുടെ നടുവിൽ ഒന്നുകൂടെ ദൈവത്തോട് മുറുകെ ചേരുന്നവനാണ്. അവനെ കൈക്കൊള്ളുക, കർത്താവിനെ അംഗീകരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിനോട് പറ.
നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറ മക്കളെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറ. കാരണം ഈ ദൈവം നിങ്ങൾ അതെ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സന്നദ്ധനായി നിൽക്കുക. 100 കണക്കിന് ആൾക്കാരുടെ ഇടയിൽ കൂടെ യേശു കർത്താവ് നടന്നു പോകുമ്പോഴാ പിറവിയിലെ കുരുടനായ ബർത്തിമായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിലവിളിക്കുക. ആളുകളൊക്കെ അവനെ നിരാശപ്പെടുത്തി മിണ്ടാതിരിക്കാൻ പറയുന്നു. പക്ഷെ മുൻപോട്ട് നടന്നുപോയ യേശു കർത്താവ് ആ കരച്ചിൽ കേട്ടു. യേശു കർത്താവിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവരാനല്ല പറഞ്ഞത്, യേശു കർത്താവ് അവന്റെ അടുത്തേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ കൈക്കൊള്ളുവാൻ, യേശു കർത്താവിനെ അംഗീകരിക്കാൻ മനസ്സുള്ളവരുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവനാ കർത്താവ്. ഇന്ന് നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരിക. പത്രോസ് നിരാശയോടെ വള്ളമടുപ്പിച്ച് വല കഴുകി വീട്ടിൽ പോകാൻ ഇരുന്നപ്പോഴാ യേശു കർത്താവ് പത്രോസിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങൾ പാപമോചനത്തിനകത്തും രോഗശാന്തിക്കും വേണ്ടിയും നിങ്ങൾ എങ്ങും പുണ്യസ്ഥലങ്ങളിലെങ്ങും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പുണ്യവാളന്മാർ ഇരിക്കുന്ന അടുത്തേക്കൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ യേശു കർത്താവെ ഒന്ന് വിളിച്ചാൽ മതി. യേശു കർത്താവ് നിങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. കാരണം ദൈവം സർവശക്തനാ, ദൈവം സർവവ്യാപിയാ, സർവജ്ഞാനിയാ. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ട് എന്ന് അരുളിച്ചെയ്ത കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങളുടെ രോഗക്കിടക്കയിലുണ്ടെന്ന്, നിങ്ങൾ ജയിലറയിൽ കിടന്നുകൊണ്ടാണോ ഈ കേൾക്കുന്നത്? യേശു കർത്താവ് അവിടെ ഉണ്ടെന്ന് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. നിങ്ങൾ മാനസികമായ സംഘർഷത്തിലായി ഒരു മുറിയിൽ അടച്ചിട്ട പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നു. നിങ്ങളുടെ വേദന മാറട്ടെ, നിങ്ങളുടെ പ്രയാസം മാറട്ടെ, നിങ്ങളുടെ ഇരുട്ട് മാറട്ടെ. ഇവിടെ പറയുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ. ഈ പകൽക്കാലം കർത്താവിനെ ഒന്ന് കൈക്കൊള്ളുവോ? മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ വിട്ടിട്ട് യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടു. നിങ്ങളുടെ വീട്ടിൽ യേശുവിന് സ്ഥാനം കൊടു. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ, ആത്മീക മണ്ഡലങ്ങളിൽ, നിങ്ങളുടെ സഭാ ശുശ്രൂഷകളിൽ നിങ്ങൾ യേശുവിന് പ്രാധാന്യം കൊടുക്കും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ശുശ്രൂഷകന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ആത്മീക ശുശ്രൂഷകളിൽ നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ, നിങ്ങളോട് പറയുവാൻ ഇങ്ങനെ എന്നെ പ്രേരിപ്പിക്കുക. നമ്മൾ മാനുഷികമായ ബന്ധങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നതിനേക്ക് അധികമായി നമ്മുടെ കർത്താവിലേക്ക് നമ്മളൊന്ന് ഇറങ്ങുവാൻ സമയം കണ്ടെത്തുക. മാനുഷിക ബന്ധം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മാനുഷിക ബന്ധങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയത് കൊണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ നിന്ന് നമ്മൾ പലപ്പോഴും മാറിപ്പോവുകയാണ്. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നപ്പോൾ, അതേ പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാനാണ്. ഒരാഴമുണ്ട്, ആഴത്തിനകത്തൊരു നന്മയുണ്ട്. യേശു കർത്താവിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല. കർത്താവ് നിങ്ങളെ വിടുവിക്കും. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ച് അറിയിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.